ഹലോ എവരിബഡി, ഞാൻ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോൾട്ട് ഫിഷ് പിക്കിൾ. എൻ്റെ കിച്ചണിലല്ല, ഞങ്ങളുടെ കേരളത്തിലുള്ള തറവാട് വീട്ടിലെ കിച്ചണിലാണ് ഞങ്ങളിന്ന് പിക്കിൾ ഉണ്ടാക്കുന്നത്. പിക്കിൾ ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ സിസ്റ്റർ ഇൻ ലോ, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആൻസിയാണ് പിക്കിൾ ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സോൾട്ട് ഫിഷ് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉപ്പെല്ലാം മാറ്റിയിട്ട് 2 ദിവസം വെയിലത്ത് വെച്ച് ഇത് ഉണങ്ങിയെടുത്തു. ഇതൊരു 200 ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ അല്ലി വേണം നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മസാലയൊന്നും ചേരത്തുമില്ല. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ഒത്തിരി സമയവും എടുക്കും. ഇത് ഒരു 200 ഗ്രാം മുളക് പൊടി, ഇതിൽ 150 ഗ്രാം കാശ്മീരി മുളകും 50 ഗ്രാം സ്പൈസി ചില്ലിയുമാണുള്ളത്. ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 കപ്പ് കറിവേപ്പില, ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഒരു 100 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും വിനീഗർ, ഇത് സിന്തറ്റിക് വിനീഗർ, ഇത് വീട്ടിലുണ്ടാക്കിയ വിനീഗർ. ഇത് എള്ളിൻ്റെ എണ്ണ, ഇത് 200 + 100 300 ml ഉണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമുക്ക് ഫിഷ് പിക്കിൾ ഉണ്ടാക്കാം. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ വെച്ചു. അതിലേക്ക് നമ്മൾ ഈ നല്ലെണ്ണ ഒഴിക്കുന്നു. നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻസി, എന്ത് മീനാണ് ഈ എടുത്തിരിക്കുന്നത്? ഉണക്കമീന. പക്ഷേ ഏത്? തുണ്ടമീൻ എന്ന് പറയും ഇവിടെ. ഓക്കെ. ഇത് ഒന്നിച്ച് നമുക്ക് വറക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇത് ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. ടോട്ടൽ 10 മിനിറ്റ് എടുത്തു ഒരു പ്രാവശ്യത്തെ വറുത്ത് കോരാനായിട്ട്. ഇനി ഈ ഫിഷ് മുഴുവൻ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഈ മീൻ മുഴുവൻ നമ്മൾ വറുത്ത് കോരിയെടുത്ത് വെച്ചു. ഇനി മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി ഗ്യാസിൽ വെച്ചു. ഈ കടായി ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മീൻ വറുത്ത് കോരിയ എണ്ണയിൽ നിന്ന് നമ്മൾ ഏകദേശം 100 ml എണ്ണ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു. എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായി. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി ഇടുന്നു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇടുന്നു. ഇനി ഇത് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും അല്ലേ? പേസ്റ്റ് ഇടണം. ഉപ്പ് നമ്മൾ ഒട്ടും ഇടുന്നില്ലല്ലോ. ഉപ്പൊട്ടും ഇടുന്നില്ല. മീനിന് ഓൾറെഡി നല്ല ഉപ്പുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തെങ്കിലും ഉപ്പ് പോയിട്ടില്ല നന്നായിട്ട്. അതുകൊണ്ട് ഉപ്പൊട്ട് ചേർക്കേണ്ടി വരത്തില്ല. ഇനി ആവശ്യമെങ്കിൽ മുളകൊക്കെ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. നമ്മൾ മീനെടുത്തത് 2 കിലോ അല്ലേ? കഴുകി ഉണങ്ങി തൊലിയെല്ലാം എടുത്ത് കളഞ്ഞ് കഴിഞ്ഞ് 2 കിലോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കരിവേപ്പില ഇടുന്നു. കരിവേപ്പില മൂത്ത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ബാക്കി മസാലപ്പൊടിയെല്ലാം ചേർക്കുന്നു. സിമ്പിളാക്കിയല്ലേ?
ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇടുന്നു. മുളക് പൊടി ഇട്ടു അല്ലേ? മഞ്ഞൾപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. ഇനി ഇതിൻ്റെ ഈ പച്ച സ്മെല്ല് പോയി കഴിയുമ്പോൾ മീനിടും അല്ലേ? ഗ്യാസ് നമ്മൾ സിമ്മിൽ വെച്ചിരിക്കുന്നു അല്ലേ? മീനിടട്ടെ. നമ്മളിതിൽ തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ? തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നില്ല. കേടാവോ? കേടാകാതിരിക്കാൻ വിനീഗർ മാത്രം ഒഴിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ. വിനീഗർ ഇരിക്കുന്ന ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലേ? ഓൺ ചെയ്തുകൊണ്ട് ഒഴിക്കാം. ഓക്കെ ഓക്കെ. അതൊരു 100 ml കാണും. ഒരു 100 ml വിനീഗർ. ഞങ്ങളൊരു അനദർ 100 ml വിനീഗരിയും കൂടെ ചേരിക്കുന്നു. ഗ്യാസ് ഓഫ് ആക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ സോൾട്ട് ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് സ്വിറ്റ്സർലൻഡിന് പോകുന്ന എൻ്റെ നെവ്യൂന് കൊടുത്തു വിടാനായിട്ടാണ്. ഇതിൽ നമുക്ക് ഒരു 100 ml വിനീഗർ കൂടി ചേരിക്കാം. പക്ഷേ യാത്രയിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ ചെന്നതിന് ശേഷം ആഡ് അനദർ 100 ml വിനീഗർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.